ഒരു ട്രിപ്പ്, അതായത് ഫാമിലി ട്രിപ്പാണ്. പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ട്. പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇട്ടുതരാം. പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്നും പറയുന്നത് തന്നെ എന്നെ ഫോളോ ചെയ്യുക, സപ്പോർട്ടാക്കുക, സബ്സ്ക്രൈബ് ആക്കാം, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെയെന്ന് വെച്ചാൽ ഇന്നത്തെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് പുരയിൽ ഇറങ്ങുന്നുള്ളൂ. നമുക്ക് ഡയറക്റ്റ് കൽപ്പറ്റ ടു ഹൈദരാബാദാണ് ബസ്. കൽപ്പറ്റ ടൗണിൽ പോകണം. പിന്നെ അതിൻ്റെ കുറച്ച് പരിപാടിയും കാര്യങ്ങളുണ്ട്. മിജാസ്കറിൻ്റെ ടൗണിൽ പോയി മിജാസ്ക വന്നിട്ട് വേണം നമുക്ക് പോകാൻ. അത് മാത്രമല്ല എൻ്റെ ഉമ്മ വരാനുണ്ട്, ഉമ്മ വരണം. പിന്നെ അങ്ങനെയാണ് നമ്മുടെ പ്ലാനിങ്ങിലുള്ളത്. അപ്പോൾ ഞാൻ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിടാം. താല്പര്യമുള്ള ആൾക്കാർ എന്തായാലും കാണാം, ലൈക്കാക്കാം കേട്ടോ. എന്നാൽ പോട്ടെ. എനിക്ക് എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ കമൻറ്റ് ബോക്സിലിട്ടോ. പിന്നെ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ആക്കാം. ഞാനും ആദ്യമായിട്ടാ ഹൈദരാബാദ് വന്ന് ഞാനിത് കണ്ടുകൊന്നില്ല. അപ്പം ബസ്സിലാണ് കൂടെ പോകുന്നത്. ബസ്സിൽ എന്താവും നമുക്കറിയില്ല, എന്തെങ്കിലുമൊക്കെ ആവുമായിരിക്കും. ഏഴ് കേട്ടോ. കയറി മോനെ, കയറി നൂണിച്ചിടും കാൽ കയറി. ദിനാബിയ എങ്ങനെയുണ്ട്? ബസ് എങ്ങനെയുണ്ട്? ബസ് എങ്ങനെയുണ്ട്? ബസ് എങ്ങനെയുണ്ട്? നോക്കിയ ഇങ്ങോട്ട് നോക്കി. ബസ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇപ്പം ബസ്സൊക്കെ അടിപൊളിയാണ്, സൂപ്പർ ബസ് കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ട് ബസ്സിൽ ഇങ്ങനെ ലോങ് പോകുന്നത്. പക്ഷെ അടിപൊളിയാണ്. നമുക്ക് സ്ലീപ്പർ ആയതാണ്. നല്ല നല്ല വൃത്തിയുള്ള കമ്പാർട്ട്മെൻറ്റ്. എന്തുകൊണ്ടും നല്ലതാണ്. ചാർജിങ് ചെയ്യാനുള്ളതുണ്ട്, കേബിളുണ്ട്, AC, ലൈറ്റ്, പിന്നെ ഒക്കെ ക്ലീനാണ്. നല്ല നല്ല ബസ്സാണ് കേട്ടോ. കൂടുതൽ വീഡിയോസ് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം. ഇവിടെ ഇപ്പം മുത്തങ്ങ നമ്മൾ മെയിൻ ഫോറസ്റ്റ് കഴിഞ്ഞിട്ടോ. അവിടെ തന്നെ വാഷ്റൂമിൽ നമ്മൾ വാഷ്റൂം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒരു 15 മിനിറ്റ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വാഷ്റൂമിൻ്റെ സെറ്റായി. നമ്മുടെ വണ്ടിയുടെ മക്കളൊക്കെ വണ്ടിയിൽ ഉറങ്ങുന്നുണ്ട്. നമ്മൾ മാത്രം പുറത്തിറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങി. എവിടെ പോന്നേ? കോഴിക്കോടോ? അങ്ങനെ നമ്മളൊരു വൈകുന്നേരമല്ല, ഒരു 7 മണി ആ ടൈം ആയപ്പോൾ നമ്മൾ മൈസൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. മൈസൂർ ഇപ്പോൾ ടൗണിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പം തന്നെ ദസറേൻ്റെ പിന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഏകദേശം ഒക്ടോബറിലാണ് നമ്മൾ ദസറ ഫങ്ഷൻസൊക്കെ വരുമെങ്കിലും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ജാനുവരി വരെ ഉണ്ടാവും. ജാനുവരി അല്ല, ഒരു ഫെബ്രുവരി ആ ടൈം വരെ ഇവരെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ദസറ എക്സിബിഷൻ ഗ്രൗണ്ടിലുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ദസറ കാണാൻ പോകാൻ പറ്റാത്ത ആൾക്കാർ മസ്റ്റായിട്ടും മൈസൂരൊക്കെ പോവുക. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലം കേട്ടോ മൈസൂർ. നമ്മൾ പഠിച്ചതൊക്കെ അവിടെ തന്നെയാണ്. ചിലപ്പം അതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. എനിക്കും എൻ്റെ താത്തക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് പിന്നെ ഈ മൈസൂർ എന്ന് പറയുന്നത് കേട്ടോ. ഒരു റിലാക്സേഷൻ ഫീലിംഗ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാലൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ ഏകദേശം ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ദസറ എക്സിബിഷൻ ഗ്രൗണ്ടാണ്. പിന്നെ ഇതിൽ നമ്മൾ ചെറിയ എമൗണ്ട് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറിയിട്ട് നമുക്കവിടെ കുറേ
ഗെയിംസും കാര്യങ്ങളുണ്ടാവും, ഷോപ്പിംഗ് ചെയ്യാം, അങ്ങനത്തെ സംഭവങ്ങളുണ്ടാവും. നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ മൈസൂർ പാലസ് വരുന്നത് കേട്ടോ. ഇനി നമ്മൾ നേരെ പോവുക ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ. സബർ ബസ് സ്റ്റാൻഡാണ് കേട്ടോ മൈസൂരിൽ വരുന്നത്. ബസ് സ്റ്റാൻഡിൽ കൂടെ പോയിട്ട് പിന്നെ നമ്മൾ നേരെ പിന്നെ ബാംഗ്ലൂർ മെയിൻ റോഡിലേക്ക് പോകും. നമ്മൾ കോളേജ് വരുന്നത് വെച്ചാൽ ബാംഗ്ലൂർ മെയിൻ റോഡിൽ തന്നെ കേട്ടോ. ഞാൻ ഈ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റുമെന്നറിയില്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഏകദേശം ഇവിടുന്ന് ഈ സബർ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്കൊരു 10 മിനിറ്റ് പോയാൽ നമ്മളെ കോളേജ് എത്തും കേട്ടോ. ഞാൻ പഠിച്ച കോളേജ് എന്ന് പറയുന്നത് JSS കോളേജ് ഓഫ് ഫാർമസിയാണ്. നമുക്ക് 2 ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. ഒന്ന് മൈസൂരും ഒന്ന് ഊട്ടിയിലാണ് വരുന്നത്. നമ്മളെ കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് JSS മെഡിക്കൽ കോളേജും ഉണ്ട്. അപ്പോൾ കോളേജസൊക്കെ അടുത്തടുത്താണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായി കേട്ടോ. രാത്രി തന്നെ ഒരുപാട് ടൈം നമുക്ക് സ്റ്റോപ്പ് ചെയ്തിരുന്നുണ്ട് കേട്ടോ ബസ്. എനിക്ക് തോന്നുന്നു ഏകദേശം 7-8 തവണ നമുക്ക് ബസ് സ്റ്റോപ്പ് ചെയ്ത് തരും. അതായത് ഒന്ന് വാഷ്റൂമിൽ പോകാനോ ഫ്രഷപ്പ് ആവാനൊക്കെ വേണ്ടിയിട്ട് അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ മൈസൂർ കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ എത്താനായപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടും എനിക്ക് തോന്നുന്നു 2 സ്റ്റോപ്പിൽ പിന്നെ അവർ ബസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടേനെ. നമുക്കൊന്ന് പിന്നെ വാഷ്റൂമിലൊക്കെ പോയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഭയങ്കര നല്ലൊരു യാത്ര എന്ന് തന്നെ വേണം പറയാം ബസ്സിൽ. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും ദൂരം എങ്ങനെയാണ് ബസ്സിൽ പോകാന്നുള്ളത്. പക്ഷെ നമുക്ക് അത്ര ടയേർഡായിട്ടുള്ള ഫീലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. കാരണം ഇവിടെ നിന്ന് ഈവനിങ് കയറി ഒരു ഉറക്കം എണീറ്റ് കഴിയുമ്പോൾ നമ്മൾ ഹൈദരാബാദ് എത്തും. അതേന്ന് ഉണ്ടാവും. നമ്മളിപ്പം വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോപ്പ് വന്നത്. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 9 മണിയായപ്പോൾ ഹൈദരാബാദ് ടൗണിലെത്തി കേട്ടോ. പക്ഷെ നമ്മൾ ടൗണിലേക്ക് നമ്മൾ ബസ് കൊണ്ടുപോയില്ല. അതിന് പകരം നേരെ ഒരു സ്റ്റോപ്പിൽ ചെന്നിട്ട് അവിടുന്ന് ഓരോരോ ബസ്സിൻ്റെ പിക്കപ്പ് വാൻ വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്തിട്ട് കൊണ്ടുപോകും. എന്നിട്ട് നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് പറഞ്ഞത് അതായത് അവിടത്തേക്ക് നമ്മൾ കൊണ്ടുപോയി ഇറക്കി തരും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവുമെങ്കിലും പക്ഷെ അതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ കറക്റ്റായിട്ട് നമ്മളെ കൊണ്ട് ഇറക്കി തരുന്നിടത്ത് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ വാനിൽ കയറി പിന്നെ അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് നമ്മൾ റൂമിലേക്ക് പോയത്. റൂം നമ്മളെടുത്തത് ടോലി ചോക്കിലാണ് കേട്ടോ. അവിടുന്ന് കുറച്ച് ദൂരം, അതായത് ഒരു 5 കിലോമീറ്റർ പോകാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ഇടാം, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ആക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ കാണാം.